എന്ന് നോക്കിയും ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സിമ്പിളാണ്. അതായത് ഞാനൊരു ആറ്റം എടുക്കുകയാണ്. ഒരു ആറ്റം എടുക്കുന്നു. ഈ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ ഇസഡും ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇസഡും ആണ്. മാസ് ന്യൂട്രൽ ആറ്റമാണ്. അറ്റോമിക് നമ്പർ ഇസഡും മാസ് നമ്പർ എയും ഉള്ളൊരു ആറ്റം ഞാൻ എടുക്കുകയാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ അകത്ത് അറ്റോമിക് നമ്പർ ഇസഡ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ്? ഇസഡാണ് അല്ലേ. നമ്പർ ഓഫ് ന്യൂട്രോൺ എത്രയാണ്? എ മൈനസ് ഇസഡാണ് അല്ലേ. നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസഡാണ്. അറ്റോമിക് നമ്പർ എയും മാസ് നമ്പർ ഇസഡും ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇസഡാണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എ മൈനസ് ഇസഡാണ്. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോണോ എത്രയാണ്? ന്യൂട്രൽ ആറ്റമാണ്. ന്യൂട്രൽ ആറ്റം ആകുമ്പോഴേക്കും നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസഡാണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എ മൈനസ് ഇസഡാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? ഇസഡ് തന്നെയാണ് അല്ലേ. ഇസഡ് തന്നെയാണ്. എന്നാൽ ഇത് രണ്ടും സെയിം ചാർജ് ആയാലല്ലേ പോസിറ്റീവും നെഗറ്റീവും കൂടെ ക്യാൻസൽ ആയിപ്പോട്ട് ന്യൂട്രൽ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം നമ്പർ ഓഫ് പ്രോട്ടോൺ, ഇതിൻ്റെ അകത്ത് പ്രോട്ടോൺ എത്രയുണ്ട്? ഇസഡ് ഉണ്ട്. പ്രോട്ടോൺ ഇസഡ് നമ്പർ ഉണ്ട്. ഇലക്ട്രോണും എത്രയുണ്ട്? ഇസഡ് നമ്പർ ഉണ്ട് അല്ലേ. പ്രോട്ടോൺ ഇസഡ് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ചാർജ്, ഈ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ചാർജ് നമ്മൾ സെയിം ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ചാർജ് ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് തന്നെയാണ് എടുക്കാറ്. ഓക്കെ, അത് നമ്മൾ എടുക്കുന്നത് ഇ എന്നാണ് എടുക്കുന്നത്. പക്ഷേ ഇതിൽ വ്യത്യാസം എന്താണ്? ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലസ് ഇ എന്ന് എഴുതും. അതേസമയം ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് നെഗറ്റീവാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ മൈനസ് ഇ എന്ന് എഴുതും. പക്ഷേ ഇവിടെ എന്ത് സെയിമാണ്? മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. രണ്ടിൻ്റെയും ഇ എന്നൊരു മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ ചാർജ് ഓഫ് പ്രോട്ടോണും ചാർജ് ഓഫ് ന്യൂട്രോണും എടുക്കാറ്. ഇയുടെ വാല്യൂ എത്രയാണ്? ഈയുടെ വാല്യൂ 1.6 × 10⁻⁻19 കൂളമാണ് ഈയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞ് ശ്രദ്ധിച്ചോണം. ഇലക്ട്രോൺ ആണെങ്കിലും പ്രോട്ടോൺ ആണെങ്കിലും മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്, മാഗ്നിറ്റ്യൂഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രോട്ടോണും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോണും എന്ത് തന്നെയാണ്? ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എന്ത് തന്നെയാണ്? രണ്ടും എന്ത് തന്നെയാണ്? 1.6 × 10⁻⁻19 തന്നെയാണ്. പക്ഷേ എന്താണ് വ്യത്യാസം അതിൽ വരുന്നത്? വ്യത്യാസം വരുന്നത് എന്താണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് ആണെങ്കിൽ അത് മൈനസ് സിയും, പ്രോട്ടോണിൻ്റെ ചാർജ് ആണെങ്കിൽ അത് എന്താണ്? പ്രോട്ടോണിൻ്റെ ചാർജ് ആണെങ്കിൽ അത് എന്ത് വരും? പ്ലസ് ഇയു ആണ് വരുന്നത്. ഓക്കെ, രണ്ടിൻ്റെയും ചാർജ് സെയിം ആണ്. എങ്ങനെ സെയിം ആണെന്ന്? മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ്. എത്ര? 1.6 × 10⁻⁻19 കൂളമാണ്. പക്ഷേ ഇലക്ട്രോണിൻ്റെ ആകുമ്പോൾ നെഗറ്റീവ് ആണ്, പ്രോട്ടോണിൻ്റെ ആകുമ്പോഴേക്കും പോസിറ്റീവ് ആണ്. ഇനിയാണ് ചോദ്യം, നോക്കണം. അതായത് ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ അറ്റോമിക് നമ്പർ ഇസഡാണ്. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോണും ഇസഡാണ്. എങ്കിൽ ന്യൂട്രോണിലുള്ള ചാർജ് എത്രയാണ്? ചാർജ് ഓഫ് ന്യൂക്ലിയസ് എത്രയാണ്? ഈ ഇസഡ് എന്ന അറ്റോമിക് നമ്പറുള്ള ഞാൻ ഈ വരച്ചിരിക്കുന്ന ആറ്റത്തിലുള്ള ന്യൂക്ലിയസിൻ്റെ ചാർജ് എത്രയാണ്? ആലോചിച്ചാൽ കിട്ടും. ആലോചിച്ച് നോക്കും. നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ഒരു ആറ്റം. ആ ആറ്റത്തിൽ ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. ഓക്കെ, ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. ഇസഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഇരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിനുള്ളിലാണ് അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് എത്രയാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ട്, എ മൈനസ് ഇസഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉണ്ട്. പക്ഷേ ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ ഇല്ലയോ? ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോൺ ന്യൂട്രലാണ്, അവന് ചാർജ് ഇല്ല. അപ്പോൾ അവൻ ചാർജിൻ്റെ കേസിൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ആരും കൂടെ ഉണ്ട്? പ്രോട്ടോൺ കൂടെ ഉണ്ട്. എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ട്? ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ന്യൂക്ലിയസിനുള്ളിലുള്ള ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ്? ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ്? പ്ലസ് ഇ ആണ് അല്ലേ. പ്രോട്ടോണിൻ്റെ ചാർജ് ഇ ആണെന്നല്ലേ പറഞ്ഞത്? പ്ലസ് ഇ ആണ്. രണ്ട് പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ്? പ്ലസ് 2e ആണ് അല്ലേ. 3 പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ്? പ്ലസ് 3e ആണ്. 10 പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ്? പ്ലസ് 10e ആണ് അല്ലേ. ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ്? പ്ലസ് ഇസഡ് ഇ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയസിൽ, അതായത് ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പറുള്ള ഒരു ആറ്റം, ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള ചാർജ് എത്രയായിരിക്കും? ഇസഡ് ഇ ആയിരിക്കും, പ്ലസ് ഇസഡ് ഇ ആയിരിക്കും അല്ലേ. ഇതോർത്തിരിക്കണം. ഒരു അറ്റോമിക് നമ്പർ തന്നിട്ട് ഒരു ന്യൂക്ലിയസിനുള്ള ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? ആ അറ്റോമിക് നമ്പറിനെ ഇ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് ഇ ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ.
അല്ലേ? നിങ്ങൾ മാങ്ങ മേടിക്കാൻ പോകുന്നു, ഒരു മാങ്ങക്ക് 10 രൂപയാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കടക്കാരൻ പറയുന്നത് 10 മാങ്ങ വേണമെന്ന് പറയുന്നു. അപ്പോൾ ആ കടക്കാരൻ എങ്ങനെയാണ് മാങ്ങയുടെ വില എടുക്കുന്നത്? ഒരു മാങ്ങയുടെ വില ഇൻറ്റു 10 അല്ലേ? അതേപോലെ ഇവിടെ ഒരു മാങ്ങയാണ് ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ ഒരെണ്ണത്തിൻ്റെ വിലയാണ് ഇ അല്ലേ? 10 എണ്ണത്തിൻ്റെ വില വരുമ്പോൾ 10 ഇ ആവും അല്ലേ? ഇസഡ് എണ്ണം വരുമ്പോൾ എന്താവും? ഇസഡ് ഇ ആവും അല്ലേ? സിമ്പിളായിട്ട് അങ്ങനെ വിളിച്ചാൽ പോലെ. അതേപോലെ തന്നെ ചാർജ് ഓഫ് ന്യൂക്ലിയസ് ആണ് ഞാനീ പറഞ്ഞത്. ഇനി ടോട്ടൽ നെഗറ്റീവ് ചാർജ് എത്രയാണ്? പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോണിൻ്റെ എഴുതിയത്, ഇസഡ് ഇന്ന് എഴുതിയത്, മൈനസ് ഇസഡ് ഇ വരും. കാരണം എന്താണ്? അവിടെ ഇലക്ട്രോൺ നമ്പരും ഇ തന്നെയാണ് അല്ലേ? അപ്പോൾ ടോട്ടൽ ചാർജ് ചോദിച്ചാൽ അത് ചാർജ് എന്ന് പറയുമ്പോഴേക്കും പ്രോട്ടോണിൻ്റെ ചാർജാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. പ്രോട്ടോണിൻ്റെ ചാർജ്, ന്യൂക്ലിയസിൻ്റെ ചാർജ് പറയുമ്പോഴേക്കും പ്രോട്ടോണിൻ്റെ ചാർജ് പറയുന്നു. അത് പറയുന്നത് എങ്ങനെയാണ്? ഇസഡ് ഇ എന്ന് എടുക്കുന്നു. അതെന്താ? ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് പ്രോട്ടോൺ ആണ് അല്ലേ? അപ്പോൾ ഒരു പ്രോട്ടോണിന് ഇ ആണ് ചാർജ്, ഇസഡ് പ്രോട്ടോൺ വരുമ്പോൾ ഇസഡ് ഇ ആണ് ചാർജ്. അതാണ് നമ്മൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇസഡ് ഇ എന്ന് എടുത്തിരിക്കുന്നത് അല്ലേ? അതേസമയം നെഗറ്റീവ് ചാർജ് എടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് ഇസഡ് ഇ എന്ന് എടുക്കും. ഈ സാധനം ഞാൻ ഓൾറെഡി പറഞ്ഞാണ് റുദർഫോർഡ് എക്സ്പെരിമെൻറ്റ് പറഞ്ഞപ്പോൾ അല്ലേ? ഓക്കെ, അതൊന്ന് എഴുതിയെടുത്തേ.